ഇന്ന് രാവിലെ ഞാൻ വ്യായാമം മുടക്കിയില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കുറച്ച് മുടക്കി പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മുടക്കായിരുന്നോ? ഒരു ടു ഡു ലിസ്റ്റിൽ ഞാനത് എഴുതി വെച്ചിരുന്നു. വ്യായാമം 10 മിനിറ്റ് രാവിലെ ചെയ്യണം എന്നുള്ളത്. വ്യായാമം ചെയ്തു എന്ന് മാത്രമല്ല, ആ ചെയ്ത വ്യായാമത്തിനെ റെക്കോർഡ് ചെയ്ത് ഒരു വീഡിയോ ആക്കി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ടു ഡു ലിസ്റ്റ് എഴുതുകയാണെങ്കിൽ അത് നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു സ്രോതസ്സായി, ഒരു സോഴ്സായിട്ട് നമ്മുടെ മുമ്പിലുണ്ടാവും. എന്നും തലേന്ന് എഴുതിക്കുമ്പോൾ നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുക. നാളെ രാവിലെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഇന്നിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നുള്ളതും ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റിൽ എഴുതിയതാണ്. 1 അല്ല 3 വീഡിയോ ഇപ്പോൾ അവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. ആ വർക്കൗട്ടിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുമാത്രമല്ല, വേറെ അതിൻ്റെ അവിടെ അറ്റാച്ച്ഡായിട്ട് 2 കൂടി ചെയ്തു. നോ പ്രോബ്ലം. ഇനി വീട്ടിൽ പോയിട്ട് ഇന്ന് ഇഫ്താർ പാർട്ടിക്ക് പോകാനുണ്ട്, പിന്നെ എൻ്റെ സർക്കം ചെയ്യാൻ പോകാനുണ്ട്. അങ്ങനെയൊക്കെ കൂടി ആയിട്ട് അതൊക്കെ ടു ഡു ലിസ്റ്റിൽ നമ്മൾ എഴുതി വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ടത് ചെയ്യും. അപ്പോൾ നമ്മളെന്നും ടു ഡു ലിസ്റ്റ് ചെയ്യുക. ലോകത്ത് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു സെമിനാറിനേക്കാളും വലുതാണ് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, ആ ജീവിതത്തിന് ഒരു ടു ഡു ലിസ്റ്റ് അതൊന്നും തയ്യാറാക്കാം. ബൈ.